നല്ല സോഫ്റ്റാ, ചൂടാ കൈ കൊള്ളുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്നേ ഇലയപ്പം ഉണ്ടാക്കാൻ പോവാം. അപ്പൊ അത് പുഴുങ്ങിയെടുക്കുന്നത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാ. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ എടുത്തേക്കുന്നത്. ഇത് അപ്പത്തിന് പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണേ, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. പിന്നെ അതിന് ചേർക്കാൻ ഉപ്പ്, തേങ്ങ, അല്പം നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്കയും ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ശർക്കര ഉണ്ടോ, ഞാനിങ്ങനെ ശർക്കര കൊണ്ടുവരുമ്പോൾ ഇതുപോലെ പാനിയാക്കി ഒന്ന് ചൂടാക്കി വെക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ആട്ടിക്കുഴച്ചെടുക്കുന്നത്. അപ്പൊ വെള്ളം തിളയ്ക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. എനിക്ക് സൗദിന്ന് അപ്നേർ വന്നപ്പം കൊണ്ട് തന്നതായിരുന്നേ തിളച്ച വെള്ളം. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരിയേറെ വെള്ളം അങ്ങ് തിളപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഉപ്പ് നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ തണുത്തിട്ട് നമുക്ക് കൈയൊക്കെ ഇട്ട് കുഴയ്ക്കാവേ. അല്ലെങ്കിലേ ഉണ്ടോ, അരിപ്പൊടിയെ നമുക്കൊന്ന് അടച്ചു വയ്ക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതിങ്ങനെ തുറന്നിരുന്നാൽ ഈ മാവ് അങ്ങ് കട്ടിയാവും. മുകൾ വശമൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കും. പാനിയാക്കിയ ശർക്കര ചീനിച്ചട്ടിയിലേക്ക് ഒഴിക്കുവാണേ. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചൊന്ന് ഒരു നൂൽ പരുവം പോലെ ആവണം. നമുക്കിനി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാവേ. ഇത്തിരിയും കൂടെ വറ്റണം ഇതിലെ വെള്ളം. കണ്ടോ, അത് വറ്റി വരുന്നുണ്ടേ. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ശർക്കര ഇങ്ങനെ പാനിയാക്കി എടുത്താൽ അതിനകത്തിലെ മണ്ണ് കല്ലൊന്നും കടിക്കത്തില്ല. നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലെ വെള്ളം വറ്റിച്ചെടുത്ത് ഇങ്ങനെ തേങ്ങയും കൂടെ ഇട്ട് ഇങ്ങനെ പുരട്ടിയെടുത്താൽ ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങത്തില്ല. ഞാനിപ്പോൾ ഒരു ടേസ്റ്റിനും ഒരു നല്ലൊരു മണത്തിനും വേണ്ടിയാ അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതേ. അപ്പം നമ്മുടെ ശർക്കരയുടെ തേങ്ങയിലെ ഒക്കെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടേ. അപ്പൊ ഇനി ഇത് നമ്മൾ വാങ്ങി വെക്കുക. ഇത് തണുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ നെയ്യിനകത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാവോ, നമ്മൾ ഇലയിൽ പരത്തുമ്പോഴേ ഇലയിന്ന് ഈസി ആയിട്ട് ഇങ്ങ് പോരും. ഇലയിൽ ഒട്ടിപ്പിടിക്കത്തില്ല. വാഴയിലയിൽ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. വാഴയിലയൊക്കെ നല്ലപോലെ കഴുകി തുടച്ചു കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ചെറിയൊരു ഉരുള എടുത്തു. കനം കുറച്ച് പരത്തണം, അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. അരിപ്പൊടി തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് പൊടിയും കൊണ്ടും ഉണ്ടാക്കാം. നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു മണമാണ്. ഏലക്കയും ജീരകവും നെയ്യും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇനിയിപ്പം നമ്മൾ ഇതിങ്ങനെ കണ്ടോ, ഇത് നമ്മൾ ആവിയിൽ പുഴുങ്ങി എടുക്കുന്നേ. വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ കണ്ടോ. നമ്മുടെ ഇലയപ്പം നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ടേ. നമുക്ക് ഗ്യാസും കൂടെ ഓഫ് ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പെറുക്കിയെടുക്കാവേ. നമ്മുടെ ഇലയപ്പം പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാവേ. നല്ല സോഫ്റ്റാ, ചൂടാ കേട്ടോ. ഇങ്ങനെ ഒലിച്ചിറങ്ങത്തില്ല. നമ്മളിങ്ങനെ തേങ്ങയും ശർക്കരയും കൂടെ ഇങ്ങനെ വരട്ടിയിട്ട് ചേർക്കുമ്പോൾ ചൂടാ കൈ കൊള്ളുന്നു. സൂപ്പറാ. ഞങ്ങളിത് മിക്കവാറും ഉണ്ടാക്കുന്ന ഇതുപോലെ തന്നെ. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചായിരുന്നേ. പിന്നെയും ഇറക്കി കഴിക്കുക. സൂപ്പറാ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവര് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഈ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് വീണ്ടും വരാവേ. ബൈ.